ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ജൂലൈ മാസത്തിലെ ജോലി സാധ്യതകളെ കുറിച്ചിട്ടാണ്. നമ്മുടെ ചാനലിന്റെ പേരെന്താണ്? ലേണിനോ ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? ബിക്കോസ് നമ്മൾ ഡെയിലി അക്കാദമിക് അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ജോബ് ആൻഡ് കരിയർ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും. ഓക്കെ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കോമൺ റിക്രൂട്ട്മെന്റ് എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കോമൺ റിക്രൂട്ട്മെന്റ് എക്സാം വിജ്ഞാപനം വന്നിരിക്കുകയാണ്. കേന്ദ്ര ആരോഗ്യ സ്ഥാപനങ്ങളിൽ 3480 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. സെൻട്രൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എത്ര വേക്കൻസീസ് ആണ്? 3480 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫോർ ദ കോമൺ റിക്രൂട്ട്മെന്റ് ടെസ്റ്റ് CRE 2025 conducted by All India Institute of Medical Sciences AIIMS നടത്തുന്ന എക്സാം ആണ്. ഡൽഹി ഫോർ റിക്രൂട്ട്മെന്റ് ടു ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി പോസ്റ്റ്. അതായത് എന്താണ് പറയുന്നത്? ഗ്രൂപ്പ് ബി സി തസ്തികകളിലെ നിയമനത്തിനായിട്ട് ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നടത്തുന്ന കോമൺ റിക്രൂട്ട്മെന്റ് ടെസ്റ്റിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ജൂലൈ 12 മുതൽ 31 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻസ് ക്യാൻ ബി മെയ്ഡ് ഓൺലൈൻ ഫ്രം ജൂലൈ 12 ടു ജൂലൈ 31. അപ്പോൾ എന്താണ്? ജൂലൈ 12 മുതൽ ജൂലൈ 31 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ പറയാനുള്ളത് എക്സാം എപ്പോഴായിരിക്കും എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് 25, 26 തീയതികളായിട്ട് എക്സാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്താണ്? There are 3480 vacancies in ASIA and other institutions including കേരള. കേരളത്തിലും വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര വേക്കൻസീസ് ആണ്? 3480 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഗ്രൂപ്പ് ബി സി തസ്തികകളിലെ നിയമനത്തിനായിട്ട് ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നടത്തുന്ന കോമൺ റിക്രൂട്ട്മെന്റ് ടെസ്റ്റിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. ജൂലൈ 12 മുതൽ ജൂലൈ 31 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഓഗസ്റ്റ് 25, 26 തീയതികളിലായിട്ട് എക്സാം ഉണ്ടാകുന്നതായിരിക്കും. എയിംസുകളിലും മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ട് കേരളത്തിലടക്കം 3480 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അടുത്തത് നോക്കാം. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഏതൊക്കെ വേക്കൻസീസ് ആണ്, ഒഴിവുള്ള വിഭാഗങ്ങൾ ഏതൊക്കെയാന്നുള്ളതാണ്. അസിസ്റ്റന്റ് ഡയറ്റീഷ്യൻ, അതുപോലെ തന്നെ ഡയറ്റീഷ്യൻ. ഇതിലെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു മെഡിക്കൽ ഫീൽഡ് ആണ്. പക്ഷെ മെഡിക്കൽ ഫീൽഡിൽ ഓരോരോ തസ്തികളും വേക്കൻസീസ് ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ MBBS കഴിഞ്ഞവർ, അതിന് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് പഠിക്കാത്തവർക്കും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണെന്നുള്ളതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ അസിസ്റ്റന്റ് ഡയറ്റീഷ്യൻ ഒക്കെ പോട്ടെ, പക്ഷെ ഇലക്ട്രീഷ്യൻ, പ്ലംബർ, അങ്ങനെ ഒരുപാട് വേക്കൻസീസ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ അസിസ്റ്റന്റ് ഡയറ്റീഷ്യൻ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ. നമ്മൾ പറഞ്ഞില്ലേ, ഇനി അസിസ്റ്റന്റ് എഞ്ചിനീയർ, സിവിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, അതുപോലെ തന്നെ ഓഡിയോളജിസ്റ്റ്, ഓഡിയോമീറ്റർ ടെക്നീഷ്യൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഇലക്ട്രീഷ്യൻ, ലൈൻമാൻ, ഡ്രാഫ്റ്റ്മാൻ, അസിസ്റ്റന്റ് ലോണ്ടറി സൂപ്പർവൈസർ, സ്റ്റോർ കീപ്പർ, ഫാർമസിസ്റ്റ്, ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസർ, സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസർ, ലാബ് അറ്റൻഡന്റ്. കണ്ടോ? അസിസ്റ്റന്റ് ഡയറ്റീഷ്യൻ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, സിവിൽ ഇലക്ട്രിക്കൽ, ഓഡിയോളജിസ്റ്റ്, ഓഡിയോമീറ്റർ ടെക്നീഷ്യൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഇലക്ട്രീഷ്യൻ, ലൈൻമാൻ, ഡ്രാഫ്റ്റ്മാൻ തുടങ്ങി ഒരുപാട് വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസർ, മെക്കാനിക്, അതുപോലെ തന്നെ ലിഫ്റ്റ് ഓപ്പറേറ്റർ പിന്നെയും ഉണ്ട് കേട്ടോ. 3480 വേക്കൻസീസ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്. ടെക്നിക്കൽ അസിസ്റ്റന്റ്, ടെലിഫോൺ ഓപ്പറേറ്റർ, ടെക്നിക്കൽ ഓഫീസർ, ടെക്നിക്കൽ അസിസ്റ്റന്റ്, ടെലിഫോൺ ഓപ്പറേറ്റർ, ടെക്നിക്കൽ ഓഫീസർ, ഒപ്തമോളജി, ലൈഫ് ഗാർഡ്, ഫിസിയോതെറാപ്പിസ്റ്റ്, വൊക്കേഷണൽ കൗൺസിലർ, ലൈബ്രറി ആൻഡ് ഇൻഫോർമേഷൻ അസിസ്റ്റന്റ്, ആർട്ടിസ്റ്റ്, ജൂനിയർ വാർഡൻ, സീനിയർ നഴ്സിംഗ് ഓഫീസർ, സ്റ്റാഫ് നഴ്സ്, ഡെമോൺസ്ട്രേറ്റർ, OT അസിസ്റ്റന്റ്, കോഡിംഗ് ക്ലർക്ക്, ബയോമെഡിക്കൽ എഞ്ചിനീയർ, അസിസ്റ്റന്റ് ബയോകെമിസ്റ്റ്, സ്റ്റാർട്ടിംഗ് ഫ്രം വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അപ്പോ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്, അതായത് ജൂനിയർ ഫിസിക്സ് തുടങ്ങി 53 വിഭാഗങ്ങളിലായിട്ടാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാന്ന് മനസ്സിലായല്ലോ. ഏതൊക്കെയാണ്? അസിസ്റ്റന്റ് ഡയറ്റീഷ്യൻ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ലൈഫ് ഗാർഡ്, ഫിസിയോതെറാപ്പിസ്റ്റ്, വൊക്കേഷണൽ കൗൺസിലർ, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ്, ആർട്ടിസ്റ്റ്, ജൂനിയർ വാർഡൻ, സീനിയർ നഴ്സിംഗ് ഓഫീസർ, സ്റ്റാഫ് നഴ്സ്, ഡെമോൺസ്ട്രേറ്റർ, OT അസിസ്റ്റന്റ്, കോഡിംഗ് ക്ലർക്ക്, ബയോമെഡിക്കൽ എഞ്ചിനീയർ, അസിസ്റ്റന്റ് ബയോകെമിസ്റ്റ്, ജൂനിയർ ഫിസിക്സ് തുടങ്ങി 53 വിഭാഗങ്ങളിലായിട്ട്
3480 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പൊ ഓരോരോ വിഭാഗങ്ങളും അതിൻ്റെതായിട്ടുള്ള യോഗ്യത അവർ പറയും. അങ്ങനെയുള്ളത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.aimsexam.ac.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും ട്ടോ. ഓക്കെ, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഒഴിവുകൾ നോക്കാം ട്ടോ. എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ബറ്റിൻഡ, ഭോപ്പാൽ, ബിലാസ്പൂർ, ദിയോഗർ, ഗോരഖ്പൂർ, ജമ്മു, ജോധ്പൂർ, മംഗളഗിരി, നാഗ്പൂർ, പട്ന, റായ്ബറേലി, റായ്പൂർ, രാജ്കോട്ട്, ഋഷികേശ് കൂടാതെ തന്നെ ഏതാണ് ESIC, അതുപോലെ തന്നെ ജിപ്മർ, ലേഡി ഹാർഡിഞ്ച് മെഡിക്കൽ കോളേജ്, റിംസ്, അതുപോലെ തന്നെ RIPANS തുടങ്ങിയ കേന്ദ്ര സ്ഥാപനങ്ങളിലും ഒഴിവുകള് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള ഫീസ് എന്ന് പറയുന്നത് 3000 രൂപയാണ്. SC അതുപോലെ തന്നെ EWS കാറ്റഗറീസിന് 2400 രൂപയാണ് ട്ടോ. ഭിന്നശേഷിക്കാർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. ഫീസ് ഓൺലൈൻ ആയിട്ടാണ് അടയ്ക്കേണ്ടത്. ഇതിൽ എങ്ങനെയാണ് സെലക്ഷൻ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. ബേസ്ഡ് ഓൺ ദ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് there will be also a skill test for some posts. ചില പോസ്റ്റുകൾക്ക് സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതായിരിക്കും. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്തുണ്ടാവുക, തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുക. ചില തസ്തികകളിൽ എന്തുണ്ടായിരിക്കും, സ്ക്രീൻ ടെസ്റ്റും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. പിന്നെ പറയാനുള്ളത് കാര്യം, എയിംസിൽ തന്നെ 246 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ട് ഫാക്കൽറ്റീസിന്റെ ഒഴിവുകളാണ്. രാജ്കോട്ടില് 112 ഫാക്കൽറ്റീസ് ആണ്. രാജ്കോട്ടിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ പ്രൊഫസർ, അഡീഷണൽ പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിൽ 112 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറക്ട് ഡെപ്യൂട്ടേഷൻ നിയമനമായിരിക്കും. റോൾ വിജ്ഞാപനമാണ്, ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ ഏതൊക്കെ വിഭാഗങ്ങളിലാണ്, അനസ്തീഷ്യ, അനോട്ടമി, ബയോകെമിസ്ട്രി, ബേൺസ് ആൻഡ് പ്ലാസ്റ്റിക് സർജറി, കാർഡിയോളജി, കാർഡിയോതൊറാസിസ് ആൻഡ് വാസ്കുലർ സർജറി, ഡെർമറ്റോളജി, dentistry, endocrinology, ENT, FMT, gastroenterology, general medicine, general surgery, hospital administration, medical oncology, hematology, microbiology, nanotechnology, nephrology, neurology തുടങ്ങിയ ഒരുപാട് മേഖലകളിലാണ് വാക്കൻസീസ് 246 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏതാണ്, ന്യൂറോ സർജറി, ന്യൂക്ലിയർ മെഡിസിൻ, അതുപോലെ തന്നെ ഒബ്സ്റ്റട്രിക്സ്, ഗൈനക്കോളജി, ഓഫ്തമോളജി, ഓർത്തോപീഡിക്സ്, പീഡിയാട്രിക്സ്, പാത്തോളജി, ഫാർമക്കോളജി, ഫിസിക്കൽ മെഡിസിൻ, റിഹാബിലിറ്റേഷൻ, സൈക്കാട്രി, പൾമണറി മെഡിസിൻ, റേഡിയോളജി, റേഡിയോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ആൻഡ് ബ്ലഡ് ബാങ്ക്, ട്രോമ ആൻഡ് എമർജൻസി മെഡിസിൻ, യൂറോളജി. അപ്പൊ ഇത്രയും വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 246 വാക്കൻസീസ് ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.aimsrajkot.edu.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ജോധ്പൂരിൽ 90 സീനിയർ റെസിഡന്റ് വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജോധ്പൂരിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 90 സീനിയർ റെസിഡന്റ് അവസരമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ്, 90 സീനിയർ റെസിഡൻസ് ഇൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് അപ് ടു 3 years ഓൺ 1 year കോൺട്രാക്ട്. 1 year കോൺട്രാക്ട് ആയിരിക്കും. പിന്നെ നമ്മുടെ പെർഫോമൻസിന്റെ ബേസിസിലായിരിക്കും അതിന്റെ ഡ്യൂറേഷൻ കൂടാൻ പോകുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓഗസ്റ്റ് 4 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ പറയാനുള്ളത് എലിജിബിലിറ്റി, MD, DNB, MDS ഇതിലെ യോഗ്യത എന്ന് പറയുന്നത് പ്രായപരിധി, ഏജ് ലിമിറ്റ് 45 വയസ്സാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.aimsjodhpur.edu.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഓക്കെ, അപ്പൊ ജോധ്പൂരിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ 90 സീനിയർ റെസിഡന്റ് അവസരമാണ് വന്നിട്ടുള്ളത്. 1 വർഷ കരാർ നിയമനമാണ്. 3 വർഷം വരെ നീട്ടിക്കിടാം. ഓൺലൈൻ അപേക്ഷ ഓഗസ്റ്റ് 4 വരെയാണ്. യോഗ്യത MD, DNB, MDS തുടങ്ങിയവയാണ്. പ്രായപരിധി 45 വയസ്സാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.aimsjodhpur.edu.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഇനി എവിടെയാണ്, ദിയോഗറിൽ 44 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജാർഖണ്ഡിലെ ദിയോഗറിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഗ്രൂപ്പ് A, B, C വിഭാഗങ്ങളായിട്ട് വിവിധ തസ്തികകളിൽ 44 വാക്കൻസീസ് ഉണ്ട്. സെപ്റ്റംബർ 4 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ജാർഖണ്ഡ് ദിയോഗർ 44 വാക്കൻസീസ് ഇൻ ഗ്രൂപ്പ് A, B, C കാറ്റഗറീസ് ഫോർ വേരിയസ് പോസ്റ്റ്. സെപ്റ്റംബർ 4 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏതൊക്കെയാണ്, മെഡിക്കൽ സൂപ്രണ്ട്, സൂപ്രണ്ട് ഓഫ് നഴ്സിംഗ്, അസിസ്റ്റന്റ് കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ, ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട്, അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അക്കൗണ്ട്സ് ഓഫീസർ, അസിസ്റ്റന്റ് സ്റ്റോർ ഓഫീസർ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ, പ്രൈവറ്റ് സെക്രട്ടറി, ചീഫ് ഫാർമസിസ്റ്റ്, സീനിയർ ഫാർമസിസ്റ്റ്, ഓഫീസ് സൂപ്രണ്ട്, പേഴ്സണൽ അസിസ്റ്റന്റ്, അപ്പർ ഡിവിഷൻ ക്ലർക്ക്, ഡ്രൈവർ ഗ്രേഡ് 2 തുടങ്ങി ഒരുപാട് വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെയുണ്ട് കേട്ടോ
ഏതൊക്കെയാണ് അപ്പർ ഡിവിഷൻ ക്ലർക്ക് നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും വേക്കൻസീസ് 44 വേക്കൻസീസ് ആണ്. സെപ്റ്റംബർ 4 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.aimsyoga.edu.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഇതുപോലത്തെ ജോബ് അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് മറന്നു പോകരുത്. കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 31 ആണ്. ബാക്കി ഓരോന്നിനും അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. സോ താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.